ഞാൻ നിമിഷപ്രിയന്റെ കാര്യത്തിൽ ഞാൻ പറയാം, അധികം ആളൊരു പാമ്പിനെ അടിച്ച ചാവില്ല എന്ന് പറയുന്നില്ലേ. അപ്പോൾ ആ തല ഉപയോഗിച്ചിട്ട് അവിടുത്തെ ആ സമ്പ്രദായങ്ങളും അനുസരിച്ചിട്ട് കാര്യങ്ങൾ പോയാൽ പെട്ടെന്ന് തീരാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ എനിക്ക് ശുഭവിശ്വാസമുണ്ട്. നിമിഷപ്രിയയുടെ കുടുംബവുമായിട്ട് ബന്ധത്തിലാണോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഞാൻ കല്യാണം കഴിക്കണം എന്ന് പറയില്ല, അവരോട് കൂടണം, കിടക്കണം, എന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ആടെ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പോകും. 9,000 രൂപയും കൊടുത്തിട്ട് 9,000 കൊടുത്തിട്ടാണ് എൻ്റെ ഭാര്യനെ ആദ്യം കയറ്റി വിട്ടത്. പിന്നെ എന്താ, ആരെങ്കിലും കൊല്ലുവോ? നിന്നെ കൊല്ലുവോ? ആരെങ്കിലും ഇല്ല. പിന്നെ ഇപ്പുറം കാലുന്ന കൂട്ടറാണ് ഈ സമൂഹത്തിന് പേടിക്കുന്ന നോക്കി. കാലം കയറുള്ളൂ നാരായണ, പിന്നെ ഗോരായണാണ്. അങ്ങനത്തെ കുറേ കഴുതകളുണ്ട്, കഴുതകൾ. ഒരു ദിവസം ഒരു കോൾ വന്നു, കമാലല്ലേ എന്ന് ചോദിച്ചു. ഞാനും ഉമ്മൻചാണ്ടിയാണ്. ശരിക്കും എനിക്ക് പറയാൻ തന്നെ ഒരു കള്ളത്തിലും പറയുന്നതെന്ന് പറയും. നമസ്കാരം. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് അവകാശവാദങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി തുടക്കം മുതൽ വാദിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതകഥയിലേക്കാണ് ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ എത്തിയതു മുതൽ കോരിച്ചൊരിയുന്ന മഴയാണ്. യമൻ യുദ്ധകാലത്ത് സകലതും ഉപേക്ഷിച്ച് യമൻ പൗരത്വമുള്ള ഭാര്യയും 3 മക്കളെയും നെഞ്ചോട് ചേർത്ത് ഇദ്ദേഹം കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. കമാൽ മുഹമ്മദ് എന്ന മോട്ടി, അദ്ദേഹത്തിൻ്റെ കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമസ്കാരം. കമാൽ മുഹമ്മദ് കൂട്ടുകാരുടെ മോട്ടിയാണ്. ഒരുപാട് വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവെക്കാനുണ്ട്. യമനിലെ വിശേഷങ്ങളിൽ തന്നെ ആദ്യം തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. യമൻ പൗരത്വം നേടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് 2005 അവർ റെക്കമെൻഡ് ചെയ്തിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് ഒഴിഞ്ഞു മാറുക ചെയ്തത്. അതെന്തുകൊണ്ടാണ്? അത് ഐ ലവ് മൈ കൺട്രി. എൻ്റെ രാജ്യത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ എവിടെയാണ് ജനിച്ചത്? ഞാൻ ജനിച്ചത് പിന്നെ കൂത്തുപറമ്പിലാണ്, കണ്ണൂർ കൂത്തുപറമ്പില്. വളർന്നതെല്ലാം കണ്ണൂരിലും. സാധാരണ കൂത്തുപറമ്പെന്ന് കേൾക്കുമ്പോൾ കൂടുതലും രാഷ്ട്രീയ പ്രവർത്തനമാണ്, രാഷ്ട്രീയക്കാരും നേതാക്കന്മാരെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അന്ന് ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഗൾഫ് പോയതിനു ശേഷമാണ് പിന്നെ ഇതെല്ലാം ഉപേക്ഷിച്ചത്. എങ്ങനെയാണ് യമനിലെത്തിയത്? യമനിലെത്തിയത് എന്ന് പറഞ്ഞാൽ, ഞാൻ പിന്നെ എൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാൻ വിവാഹം അവിടുന്ന് കഴിച്ചു. ദുബായിൽ വെച്ചിട്ടാണ് എൻ്റെ എൻഗേജ്മെൻറ്റും കല്യാണം ദുബായിലല്ല, ഞാൻ പുറത്തു പോയിട്ട് കഴിക്കേണ്ടി വന്നു. അറിയാലോ, അവിടെ കഴിക്കാൻ. പ്രേക്ഷകർക്ക് അറിയില്ല, പുസ്തകത്തെ കുറിച്ച് അറിയില്ല, അതിലേക്ക് വരാം. വ്യക്തി ജീവിതത്തിൽ തന്നെ തുടങ്ങാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ആയ സമയത്ത് നമുക്ക് ഇന്ത്യക്കാർക്കോ ഏഷ്യൻകാർക്കോ അറബീനെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെ എല്ലാവരും ഉണ്ടാവും. US-ലും UK-ലും അങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള വീട്ടിലും ഉണ്ടാവും. പക്ഷേ ഇതിന് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ അനുഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അങ്ങനെ ഭാര്യ അവിടെയും ഞാൻ ഇവിടെയുമായിരുന്നു. ദുബായിൽ അല്ല, ഷാർജയിൽ. അപ്പോഴാണ് ഭാര്യ പറഞ്ഞ്, നമുക്ക് ഇവിടെ എന്തെങ്കിലും തുടങ്ങിക്കൂടെ? എവിടെ? യമനിൽ. അങ്ങനെയാണ് 2002 ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല ഇപ്പം എത്ര കൊല്ലായി. 1 ഞങ്ങൾ അങ്ങോട്ടേക്ക് യമനിലേക്ക് പോയത്. യമനിലേക്ക് പോയതെന്ന് പറഞ്ഞാൽ ഒരു വിസിറ്റ് വിസയിലാണ് പോയത്. ഇങ്ങനത്തെ ഒരു താല്പര്യമില്ല, ഒന്ന് വന്ന് നോക്കണം, അവിടെ നിന്ന് പഠിക്കണമല്ലോ. അപ്പോൾ അവിടെ പോയ സമയത്താണ് എനിക്കൊരു നല്ലൊരു പോസ്റ്റിംഗ് കിട്ടിയത്. ഞാൻ അവിടെ ഷാർജയിൽ ഒരു പോസ്റ്റിങ്ങിൽ ഇരുന്നിട്ട് ലീവിലാണ് പോയത്. ശരിക്കും എന്തായാലും തിരിച്ചു വരും, കാരണം ജോലിയില്ലല്ലോ. അവിടെ പോയ സമയത്താണ് എനിക്കൊരു നല്ലൊരു ജോലി ഓഫർ കിട്ടുന്നത്. അതായത് ഒരു 3 ഇരട്ടി ദുബായിനെ കാട്ടിയും. കാരണം അവിടെ ആളില്ല, അറബി അറിയുന്നതും പിന്നെ ഇംഗ്ലീഷ് അറിയുന്നു, ഈ രണ്ടും കൂടി അറിയുന്ന പിന്നെ ഇന്ത്യൻസ് കുറവാണ്. വല്ല ഓയിൽ ഫീൽഡിലും പിന്നെ വല്ല ബാർബർ ഷോപ്പ് അങ്ങനത്തെ ഇതിൽ മാത്രമേ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം അവിടെ എല്ലാം യമനീസ് തന്നെയാണല്ലോ. എല്ലാം കാർപ്പൻ്റർ ആയാലും പ്ലംബർ ആയാലും എല്ലാം അവരെ ആൾക്കാർ തന്നെയാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് എനിക്ക് ഈ ഓഫർ കിട്ടി, ഞാനത് സ്വീകരിച്ചു. അങ്ങനെ അതാണ്
അതിൻ്റെ യാഥാർത്ഥ്യം. യമനിൽ നിന്ന് അതിനു മുമ്പ് തന്നെ കല്യാണം കഴിച്ചിരുന്നില്ലേ? അതെ, കല്യാണം അതിന് മുമ്പേ 1 കൊല്ലം മുമ്പേ കഴിച്ചിരുന്നല്ലോ, ഒന്നര കൊല്ലം മുമ്പേ കഴിച്ചു. ഭാര്യയുടെ ബന്ധുക്കളും ആളുകളും എല്ലാം യമനീസ് തന്നെ? പിന്നെ എല്ലാവരും അവിടെ തന്നെ, എല്ലാവരും യമനീസ് തന്നെ. അത്തരത്തിലുള്ള ബന്ധങ്ങൾ പിന്നീട് പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെട്ടു തന്നെ പറയാം അല്ലേ? പല ബന്ധങ്ങൾ. അതെ, അല്ല ആദ്യം പിന്നെ കല്യാണത്തിന് എല്ലാവരും എതിരായിരുന്നു. അപ്പോൾ അത് കുറച്ച് കഷ്ടപ്പെട്ടു. എന്നോട് പിന്നെ അവളെയും കൂട്ടിയിട്ട് ഇന്ത്യയിലേക്ക് പോകാൻ ചവിട്ടി പുറത്താക്കും എന്നെല്ലാം പറഞ്ഞിരുന്നു. ആര്? എമിഗ്രേഷൻ്റെയും ആ സമയത്തെ ഇത് 2000-ലാണ് ഞാൻ പറയുന്നത്, 99 ലാസ്റ്റ് 2000 ആ സമയത്ത് എനിക്ക് വിസ തന്നില്ല, മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് തന്നില്ല. അവരെ അറ്റസ്റ്റ് ചെയ്യണമല്ലോ, എന്നാലേ ഭാര്യേൻ്റെ പേരിൽ താമസിക്കാൻ പറ്റുള്ളൂ അവിടെ, അല്ലെങ്കിൽ മറ്റേ എംപ്ലോയ്മെൻറ്റ് വിസ വേണമല്ലോ. അപ്പോൾ ഭാര്യനെ പിന്നെ കുറച്ച് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മാറി, എനിക്ക് ജോലി അവിടെ കിട്ടി. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ഭാര്യേൻ്റെ സ്പോൺസറിലേക്ക് മാറ്റി. പിന്നെയാണ് നമ്മളവിടെ. കുഞ്ഞുങ്ങളൊക്കെ അവിടെ തന്നെയാണ്? എല്ലാവരും ജനിച്ചതും വളർന്നതും അവിടെ തന്നെ. 3 ആള്, 2 ആണും 1 പെണ്ണും. മൂത്ത മോൻ ഇപ്പം ഇവിടെ ബിടെക്, രണ്ടാമത്തെ മകളാണ് 10th, മൂന്നാമത്തത് മകനാ 7th. ഈ യമനിലെ നല്ല ബന്ധങ്ങൾ, അന്നുണ്ടാക്കിയ സൗഹൃദങ്ങളും ബ്ലഡ് റിലേഷനും ഒക്കെ പിന്നീട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പലരുടെയും ജീവിതത്തിൽ പലരുടെയും കാര്യങ്ങളിലേക്ക് ഗുണകരമായി വന്നില്ലേ? പല കാര്യങ്ങൾക്കും ഞാനിവിടെയുള്ള ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പല കാര്യത്തിനും അവരെന്നെ വിളിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്നാൽ കഴിയുന്നത് എല്ലാം ഒന്നും പറ്റിയെന്ന് വരില്ലല്ലോ. ആ വന്ന സമയത്തും അതിനുശേഷം നല്ല ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഇപ്പോഴും നല്ല ബന്ധങ്ങൾ തന്നെയാണ്. നിമിഷപ്രിയയുടെ ഒരു വലിയ ഒരു പ്രശ്നം ഇപ്പൊ നടക്കുകയാണ്. അവരെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് അവരുടെ ആ ഒരു വധശിക്ഷ നീട്ടിവെച്ചതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നടക്കുക. ഇതൊക്കെ അറിയുന്നുണ്ടല്ലേ? ഇതെല്ലാം അറിയുന്നില്ല. ചെറിയ അറിയാൻ, അതായത് നേരിട്ടിട്ട് പറ്റൂല എനിക്ക്. ഞാൻ ഈ ഐക്യരാഷ്ട്രസഭേന്റെയും ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പം ഗവൺമെന്റിന്റെ പോസ്റ്റ് ഉള്ളതുകൊണ്ട് വരാൻ പോകുന്നത് NEF നാഷണൽ എഡ്യൂക്കേഷൻ ഫോറത്തിന്റെ പിന്നെ നാഷണൽ ആയിട്ട് ഇപ്പോൾ കിട്ടും. അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടില്ല, കിട്ടും, ഇപ്പൊ അടുത്ത് കിട്ടും. ഓക്കെ, അതിന്റെ പേപ്പറെല്ലാം റെഡി ആയിട്ട് വരിക. ഡൽഹിയിലാണ് അത്. എഡ്യൂക്കേഷനും കുട്ടികളും ടീച്ചേഴ്സിനെയും ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനം. അത് അത് ഞാൻ എന്നാൽ കഴിയുന്ന തരത്തിലെല്ലാം എൻ്റെ ബന്ധുക്കളുടെ അടുക്കെല്ലാം പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് ഞാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ ഈ UN പൊസിഷനിലുകൊണ്ട് എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ടും എപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഈ പരസ്യവും അതിൻ്റെ അകത്തൊന്നും ഞാൻ വലിയ താല്പര്യപ്പെടുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒന്നിനും ഞാനായി, എൻ്റെ ജോലിയായി. പിന്നെ ഇത് എൻ്റെ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ആയതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതിപ്പം ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ആൻഡേഴ്സൺ ഭാഗ്യാന്ന് തോന്നുന്നത്. ഈ ഒരു സബ്ജക്റ്റ് ഇതെൻ്റെ ഇതല്ല. അതിന് ആൾക്കാരുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ ആക്ഷൻ കൗൺസിൽ ഉണ്ട്. അവരെല്ലാം നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ശരിക്കും നമ്മൾ അറിയുന്നത് പോലെ വാർത്തകളിൽ വരുന്നത് പോലെയാണോ യമനിലെ നിയമവും അവിടുത്തെ പ്രവർത്തനങ്ങളും ഒക്കെ? അവിടെ എന്താ ഇപ്പം നമ്മളാൾക്കാർ ചെയ്യുന്നെന്നുള്ള അറിയില്ല. മെയിനായിട്ട് നമുക്ക് 3 കാര്യമാണ് ആവശ്യം. ഒന്ന്, ആ ഫാമിലീൻ്റെ ഓക്കെ, അത് വേണം. 2, ഗോത്രവർഗം. ഈ ഗോത്രവർഗം പറഞ്ഞാലേ ഫാമിലിക്ക് വെക്കുള്ളൂ. ഇപ്പം നമ്മളെ ബീഹാറിലും അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടല്ലോ, പഞ്ചാബ്, ഹരിയാന, ഈ മറ്റേ ഈ ഗോത്രവർഗത്തിൻ്റെ അവിടുത്തെ അത് കുറച്ചും കൂടി ലിബറലാണ്. ഇവിടെ കുറച്ച് ടഫാന്ന് മാത്രം. കാരണം ഒരു കല്യാണ ചെക്കനൊക്കെ കാണണമെങ്കിൽ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് പറയണം. ആരെടുക്കുക? ഈ ഗോത്രവർഗ തലവൻ. അത് ഷെയ്ഖാകാം, അല്ലെങ്കിൽ സാധാരണ ആളാകാം, പൈസക്കാരനാകണമെന്നില്ല. അല്ലെങ്കിൽ ഇവർ പിന്നെ മുഹാഫദ്, അതായത് നമ്മളെ ഗവർണർ ഉണ്ട്. ഓരോരോ ഇപ്പോൾ നമുക്കിവിടെ 14 ജില്ലകളില്ലേ, അതേമാതിരി തന്നെ അവിടെയും ഉണ്ട്.
അതിന് മുഹാഫദ് എന്നാ പറയുക, മുഹാഫദ. അതിൻ്റെ ആളാണ് മുഹാഫദ്, ഗവർണർ. ഈ രണ്ടുപേരോട് സംസാരിച്ചിട്ട് മാത്രമേ എന്തൊരു പരിപാടിയും വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത അവരെ ഓക്കെ കിട്ടിക്കഴിഞ്ഞാലേ ഇത് പഠിക്കണം. ഇത് പഠിക്കണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണം എന്ന് പറയില്ല, അവരോട് കൂടണം, കിടക്കണം, എന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അപ്പോൾ കൂടുതൽ അറിയുള്ളൂ. അടുത്ത ചടങ്ങുകൾ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഇന്നൊക്കെ പിന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ ഇവിടുത്തെയോ അവിടുത്തെയോ ആയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ചടങ്ങുകളും ഇതും എല്ലാം ഉണ്ടല്ലോ. അത് നമുക്കല്ലേ അറിയുള്ളൂ, ഓർക്കറിയോ, അറബിയൊക്കെ അറിയോ. അപ്പോൾ ആടെ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ പോകും. ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ പള്ളികളിൽ ആണ്. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയെല്ലാം പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കുക. ഓക്കെ, അപ്പോൾ അവർ നമ്മൾ പരതണം. ഇപ്പം യാത്രയിൽ ആലുവയിലോ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ പോകുമ്പോൾ ഇത് നിസ്കരിക്കാനുള്ള പള്ളി ആ സ്ഥലം ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ കൂടുതലും നമുക്ക് കിട്ടുന്ന ഇല്ല 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 ഇവിടെ ഇല്ല, അങ്ങോട്ട് അവിടെ അങ്ങനെയല്ല. എല്ലാ പള്ളിയിലും പോകും, പെണ്ണുങ്ങൾ പോകും. ഈദിനായാലും ശരി, ഏത് നിസ്കാരത്തിനും, പിന്നെ റമദാനായാലും അടപ്പിട്ട് അവർക്ക് പറഞ്ഞൊരു സ്ഥലം ബാക്കിലുണ്ടാവും എല്ലാ പള്ളിയിലും. പിന്നെ മറ്റേ നിമിഷപ്രിയയുടെ ഒരു മോചനത്തിന് ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗോത്രവർഗം സഹകരിക്കണം, ഗവർണർ സഹകരിക്കണം. അല്ല, ഗോത്രവർഗം, പിന്നെ മുഹാഫദിന്റെ ഗവർണർ സഹകരിക്കണം, അവരുടെ വീട്ടുകാർ സഹകരിക്കണം. പിന്നെ ഇത് നടപ്പില്ലാത്തൊരു കാര്യമാണ് ഇപ്പോഴത്തെ ഭരണകൂടം, അവർക്കും പങ്കുണ്ട്. ഇപ്പോഴത്തെ ഭരണകൂടം അത് ലീഗൽ അല്ലല്ലോ. നമ്മളെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ലീഗൽ അല്ല, അവർക്ക് അത് ലീഗലാണ്. ഓക്കെ, അതുകൊണ്ടല്ലേ ഇത്രയും കാലം 10 കൊല്ലമായിട്ടും പോകുന്നത്. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടിട്ടല്ലേ വന്നേ 2015 എല്ലാം. ഈ അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ ലൈവായിട്ട് നിന്ന ഒരാളാണ്, സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ, ഹോട്ടലൊക്കെ നടത്തിയിരുന്നത്. അതെ, ഹോട്ടൽ പാർട്ട്ണർഷിപ്പിൽ, ഞാൻ ഒറ്റക്കല്ല, എല്ലാത്തിനും. അതൊരു ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. യുദ്ധം നടന്ന സമയത്ത് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് ഓടേണ്ടി വന്നു അല്ലേ? അതെ, എല്ലാം നഷ്ടപ്പെട്ടിട്ട് എല്ലാ കോൺട്രാക്റ്റുകളും ഗവൺമെന്റിന്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു, പിന്നെ റിലയൻസിന്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ഇതെങ്ങനെ പിടിച്ചു നിന്നു ഈ ഒരു പ്രശ്നം? അത് പിന്നെ ഞാൻ ദൈവത്തിന്റെ ശക്തി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അത് തന്നെ ദൈവത്തിന്റെ ശക്തി തന്നെ. കാരണം ഞാൻ ഇവിടെയായിട്ട് യാതൊരു ടച്ച് ഉണ്ടായിട്ടില്ലല്ലോ. വല്ല കല്യാണത്തിന് അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ, ഞാൻ നാട്ടിൽ ഞാൻ വരാറില്ല. ഞാൻ ബോംബെയിലോ ഡൽഹിയിലോ കൽക്കത്തയിലോ, അല്ല ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ, അങ്ങനെ ഒരു 3. ബോംബെയിലും അധികം വരും, റിലയൻസിൻ്റെ ഇതുള്ളതുകൊണ്ട് ഡൽഹിയിലും പോകും. ഇതല്ലാണ്ട് വേറെ ഞാൻ ഇങ്ങോട്ട് വരിക, എനിക്ക് വീടോ സ്ഥലമോ ഒന്നും ഇല്ലല്ലോ ഇവിടെ നാട്ടിൽ. അങ്ങനെ അവസ്ഥയിൽ നിന്നാണ് വെറും കൈയോടുകൂടി മക്കളെയും ഭാര്യയും എല്ലാം. അത് ശരിക്കും എനിക്ക് പറയാൻ തന്നെ ഒരു കള്ളത്തിലും പറയുന്നതെന്ന് പറയും. മുൻവിധിയുള്ള കൂട്ടരെ 9,000 റുപ്യയും കൊടുത്തിട്ട് 9,000 കൊടുത്തിട്ടാണ് എൻ്റെ ഭാര്യനെ ആദ്യം കയറ്റി വിട്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട്. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എന്നോട് പിന്നെ എംബസി റിക്വസ്റ്റ് ചെയ്തു. അവര് ഇന്ത്യൻ പൗരത്വം ഇല്ലല്ലോ, അവ വിസ കിട്ടൂല, കാരണം ഇത് മിലിറ്ററി ഫ്ലൈറ്റ് ആണ് അന്നേരം. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ദൈവം സോർട്ട് ഔട്ട് ചെയ്തിരുന്നു, ഒരു ബുദ്ധിമുട്ടില്ലാതെ അത് വന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ പൈസ വേണ്ട കൈമിൽ. ഇത് അവർക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ, എൻ്റെ വീട്ടിലൊന്നും ഞാൻ വരാറില്ലല്ലോ. പിന്നെ ഈ സമയത്ത് വരുമ്പോൾ അവരെ പിന്നെ ഇതായിട്ട് ജോലിക്കാരെ മാതിരിയല്ലേ കണക്കൂട്ടും എൻ്റെ ഭാര്യയും മക്കളെയും. ഞാനത് സത്യം പറയും, ഞാൻ അനുഭവിച്ചതാ. അതാണ് എൻ്റെ കഥയിലുള്ളത്, എൻ്റെ ആത്മകഥയിലുള്ളത്. ഞാൻ കഷ്ടപ്പെട്ടതാ. അതെ, അങ്ങനെ. അത് ഇപ്പം കോവിഡിന്റെ സമയത്തല്ലേ എഴുതാൻ, അതിന് കുറച്ച് മുമ്പേ അല്ലേ എഴുതാൻ. 6 കൊല്ലമായിട്ടുള്ളൂ, 5 കൊല്ലം എടുത്തു അത് എഴുതി തീരാൻ. ഡയറിംഗ് പ്രിൻസ് വായിക്കുമ്പോൾ പച്ചയായ ജീവിതം പച്ചക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. പച്ചക്ക് എഴുതിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയായിരുന്നു, എന്തൊക്കെ തോന്നിയാസം കാണിച്ചു, എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, എഴുത്തുകാർ എന്താ മനസ്സിലാക്കേണ്ടതെന്ന്. കഥയിൽ എന്തു എഴുതാം, കള്ളത്തരം ഉണ്ടെങ്കിൽ മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. അതിന് നമ്മൾ പറയും പ്ലാഗറിസം എന്ന് പറയും. കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമേ പേടിക്കേണ്ട ആവശ്യം. ആത്മകഥ പൂർണ്ണമാണെങ്കിൽ സത്യം പോലെ എഴുതണം. എന്നാലും നാണക്കേടൊന്നും തോന്നിയില്ല. എന്ത് നാണക്കേട്?
ഞാൻ 4 കൊല്ലം ജയിലിൽ കിടന്നതിൽ എനിക്ക് നാണക്കേടുണ്ടായിന. പുറത്തുനിന്ന് കൈ ആമോട്ടിട്ട് കോടതി പോകുമ്പോൾ ഇങ്ങനെ കൈ ആമോട്ടിട്ട് കോടതി പോകുമ്പോൾ മലയാളികൾ നോക്കി ചിരിച്ചതല്ലേ. ഒരാൾ വന്നാ നോക്കാൻ വേണ്ടിയിട്ട്. അന്ന് സോഷ്യൽ മീഡിയ ഇല്ല. പക്ഷെ അറിയേണ്ട കൂട്ടർക്ക് അറിയാലോ. ജയിലിൽ പോയാൽ അറിയാത്ത ഏതാ ഒരാളുള്ളത്? ഏത് ജയിലിലാണ് കിടന്നത്? ഞാൻ ഷാർജ ജയിലിൽ, ഷാർജ കോർഫക്കാൻ. അത് ശമ്പളം തരാൻ പ്രശ്നമായി, അറബി ആയിട്ട് ചെറിയ എന്ത് തള്ളു ആയി. അപ്പൊ കൂത്തുപറമ്പുകാരനായി എന്ന് പറയാം. ഞാൻ ശരിക്കും കൂത്തുപറമ്പുകാരനായി. ഞാൻ തല്ല് നമ്മൾ ഓടി, നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മളൊരു കേസ് കൊടുത്തിരുന്നു അയാളുടെ പേരിൽ, ഈ ശമ്പളം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതിന് വന്ന സമയത്ത് CID മാർ പിടിച്ചു അതാക്കി. 4 കൊല്ലം 3 കൊല്ലം 11 മാസം 10 മാസം 4 വർഷം ജയിലിൽ. 4 വർഷം. എന്നിട്ടില്ലാത്ത പിന്നെ എന്ത് ധൈര്യം? പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇത് വേറെ അല്ലേ? ഞാൻ ഒരുപാട് അനുഭവിച്ചു. പിന്നെ അനുഭവിച്ചല്ലേ എഴുതിയ പച്ചക്കല്ലേ എഴുതിയേ. എങ്ങനെയാണ് ഒരു ഇത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരാള് തെറ്റായ വഴിയിലേക്ക് പോയത്? തെറ്റായ വഴിയാന്ന് തോന്നിയിട്ടുണ്ടോ? ഏതാണ് തെറ്റായ വഴി? എനിക്ക് മനസ്സിലായില്ലേ പറഞ്ഞു. അത് ചെറുപ്പത്തിലല്ലേ. ചെറുപ്പത്തിൽ എന്തെല്ലാം കളി കളിച്ചിട്ടുണ്ടാവും വീടുകളിൽ എല്ലാവരും. ഇപ്പൊ നാട് വിട്ട വലിയ വലിയ ബിസിനസ്സുകാരില്ലേ, അവരെല്ലാം കൂടെ ഞങ്ങൾ എൻജോയ് ചെയ്തതാ. നാട് വിട്ട ബിസിനസ്സുകാർ ഇവിടുത്തെ. ഓക്കെ, പേര് പറയുന്നില്ല ഞാൻ. അത് അറിയുന്ന കൂട്ടർക്ക് അറിയാം ഞാൻ എവിടെയാ ജോലി ചെയ്ത ആദ്യം. അപ്പോൾ അവർ ഇന്നും കളിക്കുന്നുണ്ട്. അവർക്ക് പൈസയുണ്ട്, നമുക്ക് പൈസയില്ല. ഇതൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തില, അതിനു വേണ്ടി ചെയ്തതാണ്. അല്ല, അതൊരു പാഷനാണ്. അതൊരു പാഷനായിട്ട് ഞാൻ കൂട്ടുക. അവിടെ നിന്ന് യമനിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് നാട്ടിൽ വന്നു, നാട്ടിൽ സെറ്റിൽഡ് ആയി. യമനിൽ ഞാൻ പിന്നെ ജയിലിൽ പോയി അല്ലോ, ഷാർജയിൽ. അന്ന് വിട്ടതിന് ശേഷം ഞാൻ തനി ഹ്യൂമാനിറ്റേറിയൻ, മനുഷ്യസ്നേഹം. കാരണം ഞാൻ പഠിച്ചു, അതെനിക്കൊരു പാഠവും കൂടിയായിരുന്നു. ഇത് മാറാനുള്ള ഒരു ടേണിംഗ് പോയിന്റ് എന്നേ ഞാൻ പറയുള്ളൂ. 4 കൊല്ലം അനുഭവമായിരുന്നു. അതെ, അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ കൂട്ടിൻ്റെ അകത്തിൻ്റെ ഒരു പിന്നെ നായ്ക്കുട്ടീനെ ഇട്ട് കഴിഞ്ഞാലോ നായിനെ ഇട്ടാലോ തത്തേനെ ഇട്ടാലോ ഉണ്ടാകുന്ന ആ ഒരു വിഷമമുണ്ട്. ഫ്രീഡം നമുക്കെപ്പം ആവശ്യമുള്ള സ്വാതന്ത്ര്യമാണല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ബാക്കി ഭക്ഷണവും എല്ലാം നമ്മളെന്താ എപ്പോൾ ചിന്തിക്കേണ്ടത്? ഞാൻ അതിൻ്റെ അകത്ത് പോയതിനു ശേഷം ഞാൻ പല കൂട്ടരും സഹായിച്ചിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അവരെന്നെ സഹായിച്ചിട്ടുണ്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ഇതിലല്ല, പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ വിസയെല്ലാം തീർന്നല്ലോ. വിസയെല്ലാം തീർന്നു കഴിഞ്ഞാൽ ജാമ്യം വെക്കണ്ടേ? പാസ്പോർട്ട് ഇന്ത്യക്കാരൻ വെച്ചല്ലേ പുറത്തിറങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് സഹായിച്ച കൂട്ടർ ഇന്നുമായിട്ട് ബന്ധമുണ്ട്. അവരെല്ലാം വിളിക്കും. ഇപ്പൊ യമൻ വിട്ടു പോരുന്നിട്ടും അവിടുത്തെ യുദ്ധമൊക്കെ തീർന്നു, പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ടില്ല. ആരാ പറഞ്ഞത് തീർന്നു? പൂർണ്ണമായിട്ടും തീർന്നില്ല. ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് നടന്നുകൊണ്ടേയിരിക്കും. മറ്റവരുള്ളിടത്തോളം കാലം, നമ്മളെ ഇറാനെ അടിച്ചിട്ടില്ലേ, അവരുള്ളിടത്തോളം കാലം അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അവിടുത്തെ നല്ല ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? ഞാനിപ്പോൾ നല്ല നല്ല ബന്ധങ്ങൾ തുടരുന്നുണ്ട്. എൻ്റെ വീട്ടുകാർ ഇവിടെ വരും, 6 മാസത്തേക്കല്ലേ താമസിക്കുക. 6 മാസം കഴിഞ്ഞിട്ട് പോകും. കാരണം 6 മാസമേ അവർക്ക് മാക്സിമം താമസിക്കാൻ പറ്റുള്ളൂ. 6 മാസം കഴിഞ്ഞാൽ പിന്നെ അവർ പോകും. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വരും. നല്ല ബന്ധമാണ്, നല്ല ബന്ധം. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് പേരെ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. ഞാനിപ്പോൾ സഹായിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് നമുക്കൊരു പരിധിയില്ലേ സഹായിക്കുന്നതിന്. ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നല്ലേ ഉള്ളൂ. നമ്മൾ പൈസക്കാരനോ പിന്നെ കോടീശ്വരനൊന്നും അല്ലല്ലോ. എന്നിട്ട് ABCD തുടങ്ങിയിട്ട് ദൈവം സഹായിച്ചിട്ട് ഒരു ഭക്ഷണത്തിനോ വേറെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. ഈ നിമിഷപ്രിയയുടെ കുടുംബവുമായിട്ട് ബന്ധത്തിലാണോ? എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഒരു ബന്ധമില്ല. ഞാൻ ഭർത്താവിനെ അറിയാം, മോളെ അറിയാം, അല്ലാതെ എനിക്ക് വേറെ ബന്ധമൊന്നും. അവർ വിളിക്കുകയോ എന്തെങ്കിലും ബന്ധങ്ങൾ? അല്ല, മുമ്പെല്ലാം വിളിക്കലുണ്ട്. ഇപ്പം പിന്നെ ഞാൻ ഭയങ്കര ഈ ഐക്യരാഷ്ട്രസഭേൻ്റെ ഇതെല്ലാം കൊണ്ട് തിരക്കല്ലേ. കുറെ മുമ്പെല്ലാം ഒരു കൊല്ലം 1.5 കൊല്ലം വിളിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് മോള, ഞാൻ ഭർത്താവിനെയും കണ്ടിട്ടുണ്ട്. എന്നെ നല്ലോണം അറിയാം. എന്തെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വിളിക്കുകയോ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതൊന്നുമില്ല. പിന്നെ ഞാൻ മനുഷ്യത്വത്തിന്റെ ഇവരുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇതുവരെയായിട്ട് അതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. ആരാണ്
ഇദ്ദേഹത്തോട് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്? എന്നോടോ? ഇദ്ദേഹം വഴി അല്ല, ഞാൻ അവരൊക്കെ ഇപ്പോൾ ഞാനൊരു സൈലന്റ് മെമ്പർ എന്ന് പറയാം കുറെ ഗ്രൂപ്പിൽ, അല്ലാണ്ട് മറ്റേ കമ്മിറ്റിയിലും. പിന്നെ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും, ചെയ്തിട്ടുണ്ട്. ഒരു വിവരം അറിഞ്ഞു, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം താങ്കളെ സ്ഥിരമായി വിളിക്കുമായിരുന്നു ഈ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടുവാൻ. അത് ചെറിയ തെറ്റുണ്ട്. അതല്ല, അദ്ദേഹം വിളിച്ചത് തന്നെ ഓപ്പറേഷൻ റാഹത്തിന്റെ സമയത്ത് യമനിൽ കുടുങ്ങിക്കിടക്കുന്ന നഴ്സുമാരെ ഒന്ന് അവരെ പാസ്പോർട്ട് മേടിച്ചു കൊടുക്കാനും. സനയില് ഞാൻ ഏഡനിലെ കാര്യമല്ല, ഹദ്രമൗത്തിലെ കാര്യമല്ല പറയുന്നത്. ഇപ്പം നമ്മളെ റിബൽ ഭരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അന്ന് പിടിച്ചടക്കിയിട്ടല്ലേ ഉള്ളൂ, എല്ലാം ഒരാളെ കൈമില്ലാന്ന്. ആ സമയത്ത് ഒരു ദിവസം ഒരു കോൾ വന്നു, ഞാൻ എടുത്തു. കമാലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, ഞാനും ഉമ്മൻചാണ്ടിയാണ്. പിന്നെ എങ്ങനെയുണ്ട്, എന്താ കാര്യങ്ങൾ നിലവാരം? ഞങ്ങളെ കുറച്ച് കുട്ടികളെല്ലാവരുടെയും ഉണ്ട്, ഒന്ന് നിങ്ങളവിടെ പിന്നെ വിവാഹം ചെയ്തിട്ട് താമസിക്കാൻ ഉണ്ട്, നിങ്ങൾ എന്തെല്ലോ ബിസിനസ് എല്ലാം ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് സാർ, അത് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. അങ്ങനെയാണ് ഞാൻ അവർക്ക്, ആ നഴ്സുമാർക്ക്, ഇന്നെല്ലാം മറന്നു പോവും, നമ്മളാൾക്കാരല്ലേ. അവിടെ പെട്ടുപോയ നഴ്സുമാരെ എല്ലാം അല്ല, ഞാൻ അവിടെയുള്ള ഇന്ത്യക്കാർ മാത്രമല്ല, നേപ്പാൾ. അതുകൊണ്ടാണ് എനിക്ക് നേപ്പാളിന് അവാർഡ് കിട്ടിയത്. മനസ്സിലായില്ലേ? അവർക്ക് അറിയാലോ ഇത് ആരെല്ലാം, പേപ്പറിലെല്ലാം വരുമല്ലോ. അങ്ങനെയാണ് എന്നെ നേപ്പാളിൽ വിളിച്ചത്. രണ്ടാൾക്കാരുണ്ടായിരുന്നു നേപ്പാളിയാണ്. അവരെ സഹായിച്ചു. 2 പേര്. അവരെ നമ്മളെ ഫ്ലൈറ്റിൽ, ഞങ്ങൾക്ക് മുംബൈയിലുള്ള ഫ്ലൈറ്റിലാണ് അവരെ കയറ്റി വിട്ടത്. അവർ ഡൽഹിയിലെത്തി. അപ്പം പരിചയപ്പെട്ട് നല്ല ബന്ധമില്ലായി. അത്തരത്തിൽ പിന്നീട് ഈ രക്ഷപ്പെട്ടു പോയ ഏതെങ്കിലും കുട്ടികൾ വിളിക്കും, അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഓർമ്മയിലെ ആരും ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. കാരണം എനിക്ക്, ഞാൻ സത്യം പറയാം, എനിക്ക് അവിടെ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഒരു റിസ്ട്രിക്ഷൻ ഉണ്ട്. ആദ്യം ആൾക്കാരെല്ലാം വരുമായിരുന്നു പല കേസിലും കുടുങ്ങിയിട്ട്. കാരണം ഭാര്യ ഉണ്ടല്ലോ, അത് നമ്മളെ പാർട്ട്നേഴ്സിൻ്റെ ത്രൂവിൽ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ കേസിലൊന്നും ഇടപെടാൻ പറ്റില്ല. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതിൻ്റെ ഇത്? എൻ്റെ പണ്ടത്തെ ജീവിതം അങ്ങനത്തെ ഇത് എനിക്ക് എൻ്റെ മിസ്സസിനോട്, എൻ്റെ സ്പോൺസർ തന്നെ പെണ്ണുങ്ങളാണല്ലോ, അവർക്ക് അതൊന്നും പോയിട്ട് പറയാം. അപ്പം ഞാൻ കുറച്ച് വിട്ടു നിൽക്കല. പക്ഷെ വിസ പ്രോബ്ലം, പാസ്പോർട്ട് ഇഷ്യൂ, അങ്ങനത്തേനെല്ലാം ഞാൻ കൂടെ പോയിട്ട് സഹായിക്കും. അത്രയൊന്നും ഉണ്ടായിട്ടില്ല. അവിടെയൊന്നും വലിയ പ്രശ്നം, എന്തും കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് അവിടെ. സർവീസ് ചാർജ് അല്ലേ. ഇപ്പോ ഡെയറിംഗ് പ്രിൻസ് എഴുതിയതിനു ശേഷം ധാരാളം അവാർഡുകൾ തേടി വരുന്നു, അംഗീകാരങ്ങൾ തേടി വരുന്നു അല്ലേ? ഞാനിത് അപ്രത്യക്ഷമായിട്ട് എഴുതിയതാണ്. ഞാൻ ഈ കഷ്ടം കഴിക്കും, ഒരുപാട് കഷ്ടം. ആദ്യം ഗൾഫിലെ കഷ്ടം, അല്ല ഷാർജയിലെ കഷ്ടം. അത് കഴിഞ്ഞിട്ടൊന്ന് പച്ച പിടിച്ച് വരുമ്പോൾക്ക് യമനിൽ തുടങ്ങി ആദ്യത്തെ സിവിൽ യുദ്ധം. ഇതല്ല പറഞ്ഞ 12-13 സിവിൽ യുദ്ധം ഉണ്ട്, സിവിൽ വാർ. അത് പിടിച്ചടക്കിയിട്ടില്ല അന്നേരം. ആ പ്രശ്നം വന്നു ഉള്ളില്, എല്ലാം കൊണ്ട് ആകെ തളർന്നിരിക്കുകയായിരുന്നു. അപ്പം നോക്കുമ്പം കാണാൻ 2015 ഈ പ്രശ്നം, ഇത് ഇപ്പം യുദ്ധം, ശരിയായ യുദ്ധം, അതുമായിട്ട് ആകെ തളർന്ന് പിന്നെ ഇങ്ങനെ വന്ന് എന്നാലും കാര്യങ്ങളുള്ളപ്പോൾ. പക്ഷെ എനിക്കിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ റിമൈൻഡ് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസം പിന്നെ ഒരു ആത്മകഥ, ജസ്റ്റ് ഓർമ്മക്കുറിപ്പുകൾ ഇങ്ങനെ. പക്ഷെ ഇത് കുറേ കൊല്ലം മുമ്പേ എടുക്കണ്ടേ. ഇന്നിപ്പം അന്ന് ഇപ്പം ഒരു കൊല്ലമായിട്ടുള്ളൂ. അന്ന് 55-56 വയസ്സാണ്. ഇപ്പം 61 കഴിഞ്ഞ് 62 പോവാം. ഇപ്പം 62 നടക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഇത് 6 കൊല്ലം മുമ്പല്ലേ. അത് ചെറുപ്പം മുതലേ എടുക്കണമല്ലോ ആത്മകഥ എഴുതുന്നുണ്ടെങ്കിൽ. എല്ലാം അവിടെ എഴുതുന്ന തുടങ്ങി. അപ്പം എനിക്കൊരു നിർബന്ധമുണ്ട്, എഴുതുന്നുണ്ടെങ്കിൽ സത്യം പോലെ എഴുതണം. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇത് തുടങ്ങി. പിന്നെ അപ്പോഴത്തേക്ക് എന്തായി, ഞാൻ പിന്നെ ടൈപ്പ് ചെയ്തിട്ടൊന്നും സേവ് ഒന്നും ചെയ്ത് വെക്കില്ല. അപ്പോൾ കുറേ ഭാഗം എൻ്റെ ഫോണിലന്ന് ഞാൻ ചെയ്യാം, വാട്സപ്പിൽ. ഓക്കെ. എൻ്റെ ഫോണ് കട്ടുപോയി. അത് അതിനും വലിയത് അവിടെ എത്യോപ്യയിൽ പോയിരുന്നു.
ഒരു പള്ളിപ്പെരുന്നാളിന് പോയ സമയത്ത് ഫോൺ മോഷണം പോയി. ആ ഒരു പോണ്ടെന്ന് ആടുന്ന് പറഞ്ഞിന്. ആര്? ഹോട്ടലിലെ മാനേജർ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. ഓക്കെ. പക്ഷെ പുള്ളീൻ്റെ വിശ്വാസം അതായതുകൊണ്ട് നമ്മൾ ഒന്നിനും ഇത് നിൽക്കാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ പുള്ളീൻ്റെ ആ വിശ്വാസത്തിന് ആ പള്ളിയിൽ അങ്ങ് പോയി. ജാക്കബൈറ്റിൻ്റെ എന്ന് തോന്നുന്നു. അതെ, അങ്ങനെ പോയി. പേഴ്സും പോയി, ഫോണും പോയി, എല്ലാം. പാസ്പോർട്ട് മാത്രം പോയില്ല. പാസ്പോർട്ട് ഹോട്ടലിലായിരുന്നു. അവർ നിർബന്ധം പറഞ്ഞതാ പോണ്ട, അത്രയും ഭയങ്കര തിരക്കായി. പാസ്പോർട്ടൂടെ പോയിരുന്നെങ്കിൽ പിന്നെ ഗോവിന്ദ അല്ല, പാസ്പോർട്ടൂടെ പോയിരുന്നെങ്കിൽ പിന്നെ ആ ഹോട്ടലിൽ തന്നെ തുടരേണ്ടത് തന്നെ. ആടെ വീണ്ടും ആടെ ജോലി എടുത്തിട്ട് പാസ്പോർട്ട് എടുക്കേണ്ടി വന്നേനെ. അപ്പൊ അങ്ങനെ വന്ന് അങ്ങനെ എഴുതി. പിന്നെ അത് പൂർത്തിയായി. അപ്പൊ ഞാൻ ഇത് എഴുതുന്ന സമയത്ത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, നമ്മളെ ഗുരു മോഹൻജിനോട് ഞാൻ പറഞ്ഞു, വെരി ഗുഡ്, എഴുതു മോത്തി. അപ്പൊ പുള്ളിയും കൂടി ഒരു പ്രോത്സാഹനം തന്നു. അങ്ങനെയാണ് ഇത് കഷ്ടകാലത്തിന് എഴുതി തുടങ്ങിയത്. അപ്പോഴത്തേക്ക് അത് ക്ലിക്കുമായി. അവാർഡ് ഇതിന് പൈസ വേണ്ടേ? ഈ അവാർഡ് മേടിക്കാൻ ഇപ്പൊ കേരളത്തിലാകുമ്പോൾ നമുക്ക് ഏറി വന്നാൽ തിരുവനന്തപുരം വരെ പോകണ്ടോ, അല്ലെ എറണാകുളം. ഇത് അങ്ങ് ഡൽഹിയിലും കൽക്കത്തയിലും ഒറീസയിലും മറ്റേ ബീഹാറിലും ജാർഖണ്ഡിലും. ഇതിനുശേഷം വീണ്ടും പോയി. അതിനുശേഷം പിന്നെ മോഹൻജി എന്ന് പറഞ്ഞ് മലയാളം എഴുതിക്കൂടെ എന്ന് വെച്ചു. ഇംഗ്ലീഷ് ആദ്യം. എനിക്ക് മലയാളം അറിയില്ലല്ലോ, ഞാൻ പഠിച്ചിട്ടുമില്ലല്ലോ. ഞാൻ പേപ്പർ വായിക്കും, അങ്ങനെ പേരും മറ്റേ ഫില്ലിങ് അങ്ങനത്തെ കാര്യമായിരുന്നു. ഞാൻ മലയാളം എനിക്ക് എഴുതാൻ അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ അത് ഓക്കെ. അങ്ങനെയാണ് ഈ ധീരനായ രാജകുമാരൻ വന്നത്, മലയാളം വന്ന്. അതിപ്പല്ലേ 3 മാസമല്ലേ, 4 മാസം 3 മാസം. അപ്പോൾ അതും നോക്കുമ്പോൾ അതാ അവാർഡ്. ആദ്യം GK പിള്ള, പിന്നെ സത്യജിത്ത് റായ്, ഇപ്പം വൈക്കം മുഹമ്മദ് ബഷീർ. അങ്ങനെ ഇനിയിപ്പോൾ അതറിയാണ്ട് തന്നെ ഇംഗ്ലീഷ് വായിച്ചിട്ട് നമ്മൾ ഇടുന്ന ചിത്രസാന്തേന്ന് ഈ കഴിഞ്ഞ മെയ്യിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് ബദൽ ഡോക്ടർ സംഗീതയുണ്ട്, എൻ്റെ ഫ്രണ്ടാണ്, അവരാ വാങ്ങിയത്. ഇത് ഈ ഡോക്ടർ കമാൽ മുഹമ്മദ് എന്നൊരു ബോർഡ് കണ്ടു. എങ്ങനെയാണ് ഈ ഡോക്ടർ കമാൽ മുഹമ്മദ് ആയത്? അത് ഓണററിയാണ്. അത് പിന്നെ എൻ്റെ ഒരു അവാർഡ് കിട്ടിയല്ലോ, ദാദാ സാഹേബ് ഫാൽക്കെ, ആദ്യത്തെ എൻ്റെ ഡെയറിങ് പ്രിൻസിൻ്റെ അവാർഡ്. അത് എനിക്ക് മറക്കാൻ പറ്റില്ല. ദാദാ സാഹേബ് ഫാൽക്കെ കിട്ടിയ സമയത്ത് പേപ്പർ ന്യൂസ് വന്നിരുന്നു. ആ പേപ്പർ ന്യൂസിൽ ഉണ്ടായിരുന്നു ഞാൻ ഓപ്പറേഷൻ റാഹത്തിൽ പങ്കെടുത്ത ആളാണ്. പങ്കെടുത്തതെന്ന് മറ്റേ മിലിറ്ററി സൈഡല്ല, സിവിൽ ലോജിസ്റ്റിക്സിൽ ലോക്കൽ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നഴ്സുമാർ ഇതാക്കുക. അപ്പൊ അതിന് എനിക്കൊരു ഓണർ ലെറ്റർ എല്ലാം തന്നിരുന്നു എംബസി അന്നേരം. അപ്പോൾ ആ ന്യൂസ് കിട്ടിയതാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ യൂണിവേഴ്സിറ്റിൻ്റെ ബോർഡിലുള്ള നിലിം കുരുക്ഷേത്ര എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഹരിയാനയിൽ കുരുക്ഷേത്ര, അവിടെയാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. അതിൻ്റെ ബോർഡിലുണ്ട്. അപ്പം പറഞ്ഞ് ഐ ജസ്റ്റ് നോമിനേറ്റഡ് യുവർ നെയിം, പ്ലീസ് സെൻഡ് യുവർ പ്രൊഫൈൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് അയച്ചു കൊടുക്കുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻ റാഹത്തിനെ ബേസ് അവിടെ നിന്നല്ല എൻ്റെ തുടക്കം ഇവിടെ അറിയുന്നത്. മറ്റേത് ജയിലിൽ നടന്ന കാര്യങ്ങളല്ലേ, അതൊന്നും അതിൻ്റെ അകത്ത് നടന്നതല്ലേ ഷാർജയിൽ ഞാൻ സഹായിച്ചതും പിടിച്ചതും, അതൊന്നും ആരും പുറത്തറിഞ്ഞിട്ടില്ല. ഈ അവാർഡ് വന്ന സമയത്ത് ഓപ്പറേഷൻ റാഹത്ത് കണ്ട സമയത്താണ് ഈ ഒരു പ്രപ്പോസൽ കഴിഞ്ഞ കൊല്ലം, അത് എത്ര 10 കൊല്ലം കഴിഞ്ഞിട്ട് 9ാമത്തെ കഴിഞ്ഞ കൊല്ലമല്ലേ കിട്ടിയത്, കഴിഞ്ഞ കൊല്ലം കിട്ടിയത്. അപ്പോൾ 9 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടിയത്. അങ്ങനെ ചോദിക്കാൻ കാരണം ഇപ്പൊ ധാരാളം ആളുകൾ ഡോക്ടറേറ്റ് ഇങ്ങനെ വെച്ചിട്ട് വരുന്നുണ്ട്. അത് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരുപാട് ഡോക്ടറേറ്റുകൾ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ പൈസ കൊടുത്തിട്ടുള്ളുണ്ട്. ഓഫറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് UGC അല്ലേ, 50,000 രൂപ കൊടുത്ത ഡോക്ടറേറ്റ് കിട്ടുന്നത് 20,000-നും 15,000-നും ഡോക്ടറേറ്റ് ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. ഡോക്ടറേറ്റുകളുടെ കാലമാണ് എല്ലാം. ഇത് UGCന്റെ. പിന്നെ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്, അത് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. അതിപ്പോ ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ആ രജിസ്ട്രേഷൻ ഫീ മാത്രമേ എൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ സായിബാബ യൂണിവേഴ്സിറ്റി,
ഇപ്പം എനിക്ക് സായിബാബ യൂണിവേഴ്സിറ്റിയിൽ ഇത് ഉണ്ടെങ്കിൽ എനിക്ക് ഡൊണേഷൻ കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഡൊണേഷൻ ആയിട്ട് വേണ്ടെങ്കിൽ കൊടുക്കുക, സഹായിക്കാം. ചാരിറ്റി ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടാണ് അത് തന്നെ. ഇപ്പം ചാരിറ്റി തന്നെ. ഇപ്പൊ ഈ ഡയറിംഗ് പ്രിൻസ് ഇറങ്ങിയ ശേഷം ഡയറിംഗ് പ്രിൻസ് ഫൗണ്ടേഷൻ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് കുട്ടികളെ എംപവർമെന്റിന് വേണ്ടിയിട്ട് തുടങ്ങിയതാ. കുട്ടികളെ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ധൈര്യം, ഒന്ന് സാംസ്കാരികം, കൾച്ചർ അല്ലേ, മലയാള സംസ്കാരം, പിന്നെ അനുകമ്പ. ഈ 3 എണ്ണം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക. അത് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. കാരണം ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ കൂടുതലും ലഹരിയുടെ അടിമപ്പെട്ട് ലഹരി ആ ഒരു രീതിയിലേക്ക് അങ്ങനെ പല കാര്യങ്ങളിലും അവർക്കൊരു പിന്നെ എന്താ പറയണ്ടേ, ഒരു ഓഫീസറുടെ പോയിട്ട് നിൽക്കാനുള്ള ധൈര്യമില്ല. ഞാനൊന്നും അങ്ങനെയല്ലേനു. വില്ലേജ് ഓഫീസിൽ പോയാലും എല്ലാം കേടും ഞാൻ കയറി ചെല്ലൂ. അതെന്റെ സ്വഭാവമാണ്. എപ്പോഴും ഒരു കൂത്തുപറമ്പ് സ്റ്റൈല്. ഞാൻ എവിടെയും കയറി ചെല്ലും, പറയേണ്ടത് പച്ചക്ക് പറയും. ഞാൻ ആരെയും ഇപ്പാണ് ഈ ഹ്യൂമാനിറ്ററിൽ വന്ന സമയത്താണ് ഞാൻ കുറച്ച് താണത്. കുറച്ച് എന്നാലും കുറച്ചേ തരുള്ളൂ. കുറച്ച് മറ്റേത് ചോരയിലല്ലേ, അതങ്ങനെ മാറ്റാൻ പറ്റുമോ? തിളപ്പ് മാറ്റാൻ പറ്റില്ലല്ലോ. ഈ പ്രായത്തിൽ തിളപ്പൊന്നും കുറഞ്ഞിട്ടില്ല അല്ലേ? അതെങ്ങനെയാ അറിയില്ല, വലിയ പ്രയാസം. പക്ഷെ ഒന്ന് ഇപ്പൊ ഐക്യരാഷ്ട്രസഭയും ഇതെല്ലാം ഉള്ളതുകൊണ്ട് NEF എല്ലാം ഇപ്പൊ വരാൻ പോകുന്നല്ലേ ഉള്ളൂ. എന്തിനും പെട്ടെന്ന് പ്രതികരിക്കും അല്ലേ? എന്തിനും അത് അന്നേരം തീർക്കണം. പിന്നെ വീട് അകത്ത് വെച്ചിട്ടുള്ള പരിപാടിയോ ഒന്നുമില്ല. എന്നെ കൊണ്ട് അനുഭവിച്ച കൂട്ടർക്കെല്ലാം അറിയാം. അവർക്ക് കുറ്റബോധം ഉണ്ടാവും, എനിക്കില്ല. ഇപ്പൊ ഞാൻ അങ്ങനെയാ, എന്തെങ്കിലും ഞാൻ വിളിക്കും അങ്ങോട്ട്. പക്ഷെ അവരെന്നെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിളിക്കാൻ പറ്റും. അധികം ചാറ്റില്ല. അങ്ങനത്തെ കുറേ കഴുതകൾ ഇടാം. സഹായം മേടിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ നമ്മള് പണ്ടൊരു ചൊല്ലുണ്ട് കണ്ണൂരില്, പാലം കയറുള്ളൂ നാരായണ പിന്നെ കൂരായണ അല്ലേ, പാലം കിടക്കുവോളം അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പിന്നെ അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ പാട്ടിലങ്ങ് വിട്ടേക്കുക, അവരങ്ങനെ പിന്നെ ജീവിതത്തിന്റെ ഭാഗം. അപ്പോ ധാരാളം ബന്ധങ്ങളുള്ള സ്ഥലമാണ് യമൻ. ബന്ധുക്കളുണ്ട്, രക്തബന്ധുക്കളുണ്ട്, ഭാര്യയുടെ ഏറ്റവും അടുത്ത ആളുകളുണ്ട്. അവിടുത്തെ നിയന്ത്രിക്കുന്ന ആളുകളിൽ പലരും ഇവരുടെ ബന്ധുക്കളുണ്ടെന്നാണ് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത്. വളരെ രഹസ്യമായിട്ടാണെങ്കിലും പല കാര്യങ്ങളിലും മോത്ത് ഇതിൽ ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ കാര്യത്തിൽ പരസ്യമായിട്ട് പോകുന്നില്ലെങ്കിലും രഹസ്യമായിട്ട് വളരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡയറക്റ്റ് ആയിട്ടല്ല എന്റെ ഭാര്യ വീട്ടിൽ നമുക്കിപ്പോ ഇടപെടണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞാലല്ലേ ഇടപെടുള്ളൂ. അതെ, അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞിട്ട് പല കാര്യങ്ങളിലും ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് അതിന്റെ പുറകെ തന്നെയുള്ള ആൾക്കാർ ഒരിക്കൽ പോലും മാധ്യമങ്ങളോട് എന്തിനാ പറയേണ്ട ആവശ്യം? എനിക്ക് മാധ്യമങ്ങളാണ് എന്റെ ചോറ് തരുന്നത്, മാധ്യമങ്ങളാണ് തരുന്നത് എനിക്ക് ഭക്ഷണം. പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്? ഞാൻ എനിക്കൊരു പബ്ലിസിറ്റിന്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ ഹ്യൂമാനിറ്റേറിയൻ വർക്ക് അതെന്റെ എതിരാളിക്ക് പോലും കഷ്ടം വന്നാൽ ഞാൻ ചെയ്യും. തീർച്ചയായിട്ടും വളരെ നല്ല വാക്കുകളാണ് മോത്തി നമ്മളോട് പറഞ്ഞത്. പല കാര്യങ്ങളിലും പുറംലോകം അറിയുന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് പ്രത്യേകിച്ച് നിമിഷപ്രിയയുടെ കാര്യത്തിൽ പോലും ഇടപെടുന്നുണ്ടോ എന്നുള്ളതിന്റെ വ്യക്തമായ ഒരു അനുഭവ സാക്ഷ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഇദ്ദേഹം ഇടപെട്ട പല കേസുകളും പല കാര്യങ്ങളും വളരെ വലിയ വിജയകരമായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അത് നാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. 16-ലും 17-ലും ഞാൻ സഹായിച്ച കാര്യങ്ങളുണ്ട്. പക്ഷേ അത് അല്ല അത് അപ്പുറത്തായിരുന്നു, ഭരിക്കുന്ന സ്ഥലത്ത് പക്ഷെ ഗവൺമെന്റിന്റെ അണ്ടറില് 16-ലും 17-ലും എന്റെ സഹായം തേടിയിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആരും ഞാൻ പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞു, എന്റെ ബുക്കിൽ പോലും പറഞ്ഞിട്ടില്ല. എന്തായാലും തീർച്ചയായിട്ടും, കാരണം അത് പറയേണ്ട ആവശ്യമില്ല. അതൊരു മനുഷ്യൻ ചെയ്യേണ്ടതാണ്. ഇത് പേര് കിട്ടുന്ന കൂട്ടതാണ് ഈ പരദൂഷണവും അതും ഇതും എല്ലാം പറഞ്ഞിട്ട് നടക്കുന്നത്. പേര് കിട്ടുന്ന എന്നെ സംബന്ധിച്ച പേര് എനിക്ക് കിട്ടി. എന്റെ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ
പദവി എനിക്ക് കിട്ടിയിട്ടുണ്ട്, പദവി സ്ഥാനത്ത് ഞാൻ ഇരുന്നിട്ടുണ്ട്, റിലയൻസിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ. ഇന്നും ഞാൻ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ധീരുഭായ് അംബാനി ഹോസ്പിറ്റലിന്റെ അത് ഇന്റർനാഷണൽ ബിസിനസ് അസോസിയേറ്റ്, പിന്നെ എൻ്റെ മൗറീഷ്യസിന്റെ മെഡി ട്രിപ്പിന്റെ ഡയറക്ടറും. അങ്ങനെ അത് മതി എനിക്ക്, നമുക്ക് തിന്നാനുള്ള. എന്താ വേണ്ട, ഇത് പോകുമ്പോ എന്താ കൊണ്ടുപോകില്ലല്ലോ. പിന്നെ എന്ത്, ഇത് ആർക്ക് വേണ്ടിയിട്ട്? എടാ ഉള്ള സമയത്ത് നീ ആയാലും ശരി ഞാനായാലും ശരി നമ്മൾ ഒന്നായിട്ട് ജീവിക്കുക, പറ്റുന്ന ചെയ്യാം. പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയാൻ എന്നെ കൊണ്ട് ഇപ്പൊ പറ്റൂല, തീർന്നു. പിന്നെ എന്താ, ആരെങ്കിലും കൊല്ലുവോ? നിന്നെ കൊല്ലുവോ ആരെങ്കിലും? ഇല്ല. പിന്നെന്താ? തീർച്ചയായിട്ടും ഇത് അപ്പുറം ഇപ്പുറം കാലുന്ന കൂട്ടറാണ് ഈ സമൂഹത്തിന് പേടിക്കുന്ന കൂട്ടർ. സമൂഹത്തിന് പേടിക്കല്ല വേണ്ടേ, സ്നേഹിക്കും ബഹുമാനിക്കും വന്ന ഓർ നിന്റെ കാലിന്റെ അടുത്ത് വരും. ഡെയറിംഗ് പ്രിൻസ് ഇംഗ്ലീഷിൽ ഇറങ്ങി, അതിനുശേഷം ധീരനായ രാജകുമാരൻ മലയാളത്തിൽ വന്നു. ഈ 2 പുസ്തകങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചു എഴുത്ത്? ഇല്ല, ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പുസ്തകം എഴുതുന്നുണ്ട്, തീരാനായി. അതിൻ്റെ പേര് മുള്ളും നുള്ളും, ടോൺ ആൻഡ് പിഞ്ച്. അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, തീർന്നിട്ടില്ല. ഏകദേശം ഒരു 95% തീർന്നു. അത് എന്താണ്, നിർദ്ദേശങ്ങളാണ്? അത് കുട്ടികൾക്കുള്ള ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷണൽ ബുക്കാണ്. അത് ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച്. അത് ജൂലൈയിൽ അങ്ങനെ റിലീസ് ചെയ്യണമെന്നുണ്ട്, ദൈവത്തിൻ്റെ അടുത്ത്. അത് വെറും കുട്ടികൾക്കുള്ളത്. എല്ലാവിധ ഭാവങ്ങളും ഇനിയും കൂടുതൽ അംഗീകാരങ്ങൾ, അവാർഡുകൾ തേടിയെത്തട്ടെ. ഒരുപാട് പേർക്ക് ഈ കയ്യിൽ നിന്ന് സഹായങ്ങൾ അറിയാതെയും അറിഞ്ഞുമൊക്കെ അദ്ദേഹം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും. നിമിഷപ്രിയയുടെ കാര്യത്തിലും സ്വകാര്യ രീതിയിലാണെങ്കിൽ, ഞാൻ നിമിഷപ്രിയന്റെ കാര്യത്തിൽ ഞാൻ പറയാം, ഈ അധികം ആളൊരു പാമ്പിനെ അടിച്ച ചാവില്ല എന്ന് പറയുന്നില്ലേ? അപ്പോ ആ തല ഉപയോഗിച്ചിട്ട് അവിടുത്തെ ആ സമ്പ്രദായങ്ങളും അനുസരിച്ചിട്ട് കാര്യങ്ങൾ പോയാൽ പെട്ടെന്ന് തീരാൻ പറ്റുന്നേ ഉള്ളൂ. എനിക്ക് ശുഭവിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസം നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. നന്ദി.